വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമിച്ചതിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ടി സിദ്ദിഖ് MLAയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് CPIM നേതൃത്വവും ഡിവൈഎഫ്ഐയും ഒക്കെ. അതിന്റെ ഭാഗമായൊരു പ്രത്യക്ഷ പ്രതിഷേധം എന്ന നിലയിൽ MLAയുടെ ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ പ്രകടനം നടക്കുന്നു. എന്താണ് വിവരങ്ങൾ സുർജിത്ത്? പുതിയ ബസ് സ്റ്റാൻഡിലാണ്, കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ടി സിദ്ദിഖ് MLAയുടെ ഓഫീസ്. ഇവിടേക്കാണ് മാർച്ച് നടത്തിയത്. ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ടി സിദ്ദിഖ് MLA ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു NM വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്. ആ ഒരു കരാർ വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് അത് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. കാരണം പൂർണ്ണമായ സഹായം പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഈ കരാറിൽ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആ കരാറിന്റെ കോപ്പി ഇവർക്ക് നൽകാൻ, അതായത് കുടുംബത്തിന് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ടി സിദ്ദിഖ് MLA ആ കോപ്പി വാങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ അഭിഭാഷകൻ പറയുന്നത് എന്നുള്ളതാണ് ഈ പത്മജയുടെ ആരോപണം. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം കൂടി ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തുകയാണ്. ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം നടത്തുമെന്ന് നേരത്തെ ഈ ആശുപത്രിയിൽ പത്മജയെ കണ്ട CK ശശീന്ദ്രൻ, മുൻ MLAയും CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CK ശശീന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇടതുപക്ഷ സംഘടനകൾ ഉയർത്തുന്നു എന്നതിന് തെളിവായി മാറുകയാണ് ഇത്തരത്തിലൊരു മാർച്ച്. ഈ ടി സിദ്ദിഖ് MLA ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, ബാധ്യതകളുടെയും ഈ സഹായങ്ങളുടെയും കാര്യത്തിലൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ആ കരാർ ടി സിദ്ദിഖ് MLA മുക്കി എന്നുള്ളതാണ് ഈ പത്മജയുടെ ആരോപണം, കുടുംബത്തിന്റെ ആരോപണം. ആ വിഷയം ഏറ്റെടുക്കുകയാണ് CPIയും ഡിവൈഎഫ്ഐയും. MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.